വർഷിണി ഔട്ടായിരിക്കുകയാണ്. എന്തൊക്കെ സംഭവങ്ങളായിരിക്കും കഴിഞ്ഞ വീക്കിൽ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുക? അധികം വൈകിപ്പിക്കാതെ തുടങ്ങാം. ഇന്നലത്തെ ഡേ 49-ലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് തമിഴ് ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റാണ് ചെയ്തിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. അത് നമുക്ക് കഴിഞ്ഞ വീക്കിൽ എന്തൊക്കെ സംഭവങ്ങളാണെന്ന് പരിശോധിച്ച് നോക്കാം. പെട്ടെന്ന് തന്നെ സമഗ്ര വിശകലനം നടത്താം. അത് നമുക്ക് തിങ്കളാഴ്ച ദിവസമായ 43-ാം ദിവസം നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. തിങ്കളാഴ്ച ദിവസം നടന്ന പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ സംഭവവാസം എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിരുന്നു. അതിന് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് നമ്മുടെ മഞ്ചരി ക്യാപ്റ്റനായി 7th വീക്കിലെ ക്യാപ്റ്റനായി ചുമതല ഏറ്റു എന്നുള്ളതാണ്. പിന്നീട് നോമിനേഷൻ നടക്കുകയുണ്ടായി. പിന്നീട് ഷിബിയുടെ ഷിഫ്റ്റിംഗ് നടക്കുകയുണ്ടായി, അതായത് സ്വൈപ്പിംഗ് നടക്കുകയുണ്ടായി. അതുകൂടാതെ ഷോപ്പിംഗ് ടാസ്ക് കൂടി നടക്കുകയുണ്ടായി. എല്ലാവരും നല്ല രീതിയിൽ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. അന്നത്തെ വീക്കിലെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, തിങ്കളാഴ്ച വീക്കിലെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 13 പേര് നോമിനേറ്റഡ് ആയതുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതിൽ വൈൽഡ് കാർഡ് എൻട്രീസ് ഉൾപ്പെടെ നോമിനേഷനിൽ വന്നു എന്നുള്ളതാണ്. അതിൽ 2 പേര് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. 6 ബോയ്സും 7 ഗേൾസും ആയിരുന്നു നോമിനേഷനിൽ വന്നിരുന്നത്. അതുപോലെ തന്നെ സ്വൈപ്പിംഗ് നടന്നിരുന്നു. അതുപോലെ തന്നെ ഗേൾ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. സത്യ ഗേൾസ് ടീമിലേക്കും ആനന്ദി ബോയ്സ് ടീമിലേക്കും പോവുകയുണ്ടായി. ഇനി നമുക്ക് 13 പേര് ആരൊക്കെയെന്ന് നോക്കാം. നോമിനേഷൻ ചെയ്യപ്പെട്ട 13 പേര് ആരൊക്കെയെന്ന് ഒരിക്കലും കൂടി ഒന്ന് പരിശോധിക്കാം. മുത്തു, വർഷിണി, റയാൻ, റാണവ്, ശിവ, ജാക്ലിൻ, ആനന്ദി, തർഷിക, പവി, വിശാൽ, സാചന, സൗന്ദര്യ, അരുൺ. ഇവരായിരുന്നു 13 പേർ എന്ന് പറയുന്നത്. 7ാം വീക്കിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 13 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത്. അതിൽ 2 പേര് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിൽ മുത്തും വർഷിണിയും ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരുന്നു. ഇതിലൊന്നും പെടാത്ത, അതായത് നോമിനേഷനിലൊന്നും പെടാത്തവരുണ്ടായിരുന്നു. ജഫ്രി, രഞ്ജിത്ത്, ദീപക്, അൻഷിത, സത്യ. സോ മഞ്ചരി ക്യാപ്റ്റനാണ്, അതുകൊണ്ട് മഞ്ചരിയെ ഞാൻ അവിടെ പറയുന്നില്ല. അങ്ങനെ മഞ്ചരി ഉൾപ്പെടുത്തി, ബാക്കി മഞ്ചരി ഉൾപ്പെടുത്തുകയാണെങ്കിൽ 7 പേര് സേഫായിരുന്നു. മഞ്ചരിയെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 6 പേര് സേഫായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ മഞ്ചരിയുടെ ക്യാപ്റ്റൻസി ആയിരുന്നല്ലോ അന്ന്. മഞ്ചരി എല്ലാവർക്കും ഓരോരോ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നല്ലൊരു വീക്ക് തന്നെയായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കെ അതിനിടയ്ക്ക് അല്ലാതെ ചില്ലറ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയുണ്ടായി. അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് നല്ലൊരു വീക്ക് തന്നെയായിരുന്നു 43-ാമത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ 44-ാം ദിവസമായ ചൊവ്വാഴ്ച ദിവസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കളിഗതി ആകെ മാറുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലവ് ട്രാക്കിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നത്. വിശാലും തർഷിയും തമ്മിലൊരു ചെറിയൊരു ക്രഷ് തോന്നുകയുണ്ട്. ലവ് ക്രഷ് തോന്നുന്നു എന്ന് തർഷിക വിശാലിനോട് പറയുന്നു. പക്ഷേ തർഷിക പറയുന്നുണ്ട്, എനിക്കെന്താണെന്നറിയില്ല, ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നിനക്ക് എൻ്റെ മനസ്സിലെന്തോ നിന്നോട് കുറിച്ച് എന്തോ തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു ലവ് ക്രഷ് തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിശാൽ അതിന് മറുപടി പറയുന്നുണ്ട്, എനിക്ക് നീ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നതെന്ന് അവൾ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരങ്ങളാണ് പിന്നീട് അവിടെ നടക്കുന്നത്. അതിനുശേഷം പ്രമാദമായ ഡെയിലി ടാസ്ക് 1 വരികയുണ്ടായി. അത് നോമിനേഷൻ ഫ്രീ പാസിനുള്ള ടാസ്ക് ആയിരുന്നു ഡെയിലി ടാസ്ക് 1 എന്ന് പറയുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു. അത് അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ടാസ്ക് എന്ന് പറയുന്നത്. അതിൽ മനോഹരമായിട്ട് മത്സരം കാഴ്ചവെച്ച് നമ്മുടെ ബോയ്സ് ടീം ജയിക്കുകയുണ്ടായി. ഡെയിലി ടാസ്ക് 1-ൽ ബോയ്സ് ടീം ജയിച്ചു. അങ്ങനെ ജയിച്ച് നിൽക്കെ അതിനുശേഷം ഒരു വീക്ക്ലി ടാസ്ക് വരുന്നു. അന്നത്തെ വീക്ക്ലി ടാസ്ക് വരികയാണ്. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ടാസ്ക് നടക്കുകയുണ്ടായത്. ടാസ്കിൻ്റെ പേര് രാജാ റാണി എന്നായിരുന്നു ടാസ്കിൻ്റെ പേരെന്ന് പറയുന്നത്. അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സ്റ്റോറിയാണ് പറയുന്നത്. അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ചേരിതിരിവാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെങ്കോൽ മോഷ്ടിക്കുക എന്നുള്ളതാണ്. 5 കടമ്പകൾ കടക്കുക എന്ന് പറയുന്നത്. അതിൽ 1ാമത്തെ ഇമ്പാക്റ്റ് ചെങ്കോൽ മോഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. വളരെ കഷ്ടപ്പാടാണ് ഈ 5 കടമ്പകളും കടന്നു കയറുക എന്നുള്ളത്. അവരായിരിക്കും ഈ ഗെയിം വിജയിക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. നല്ല മത്സരം കാഴ്ചവെക്കുകയുണ്ടായി. അന്നത്തെ ദിവസം നല്ല മത്സരങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുകയുണ്ടായി. ഇതിനിടയ്ക്ക് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. എന്നാൽ 45-ാം ദിവസത്തിലോട്ട് വന്നപ്പോൾ, ബുധനാഴ്ചയായ 45-ാം ദിവസത്തിലോട്ട് വന്നപ്പോൾ ഡെയിലി ടാസ്ക് 2 വരികയുണ്ടായി. നല്ല കഠിനമായ ടാസ്ക് തന്നെയായിരുന്നു ഡെയിലി ടാസ്ക് 2 എന്ന് പറയുന്നത്. അതായത് കുറച്ച് മൈൻഡ് ബുദ്ധിയോടുകൂടി കളിക്കേണ്ട ഒരു ഗെയിം തന്നെയായിരുന്നു. അങ്ങനെ അതായത്
എല്ലാവരും നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചിരുന്നു ഡെയിലി ടാസ്ക് 2-ൽ. പക്ഷേ ഗേൾസിന് ഒന്നുമേ ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, ഒരു ഇമ്പാക്റ്റും ഈ ഗെയിമിൽ വരുത്താനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ബോയ്സ് ടീമിന് നന്നായിട്ട് എഫക്റ്റ് എടുത്ത് ബോയ്സ് ടീമാണ് ആ ഗെയിം വിജയിക്കുന്നത്. അങ്ങനെ ബോയ്സ് ടീം വിജയിച്ച് നോമിനേഷൻ ഫ്രീ പാസ് സ്വന്തമാക്കുകയും ശിവയ്ക്ക് ആ നോമിനേഷൻ ഫ്രീ കാർഡ് കൊടുത്ത് സേഫ് ആക്കുകയും ഉണ്ടായി. 12 പേരായിരുന്നു പിന്നീട് നോമിനേഷനിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം വീക്ക്ലി ടാസ്ക് വീണ്ടും പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള സ്റ്റോറിയാണ് പറയുന്നത്. 2 രാജ്യത്തെ രാജാവും റാണിയായിരുന്നു. ഒന്നാമത്തെ റാണിയായിരുന്നത് നമ്മുടെ സാജന ദേവി ആയിരുന്നു, സാജനയായിരുന്നു ഉണ്ടായിരുന്നത്. ആ രാജ്യം ഭരിച്ചിരുന്നത്, ഒന്നാമത്തെ രാജ്യം ഭരിച്ചിരുന്നത് സാജനയായിരുന്നു. രണ്ടാമത്തെ രാജ്യം ഭരിച്ചിരുന്ന റാണവായിരുന്നു, അവിടുത്തെ രാജാവായിരുന്നു റാണം എന്ന് പറയുന്നത്. ഈ 2 പേരായിരുന്നു രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാവും ദേവിയും ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു ഗെയിം കാര്യങ്ങളൊക്കെ, ടാസ്കും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചെങ്കോല് മോഷണം പോവുകയുണ്ടായി. നല്ലൊരു അതായത് താരം മോഷിച്ചെന്നൊന്നും അറിയാതെ തെരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനുണ്ടായത്. പിന്നെ ചെങ്കോല് തിരിച്ച് കിട്ടുകയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും നല്ല സൂപ്പറായിട്ട് കളിക്കുകയുണ്ടായി. എല്ലാവരും നല്ല ഗെയിം പുറത്തെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 46-ാം ദിവസത്തിലോട്ട് കടന്നപ്പോൾ, വ്യാഴാഴ്ചയായ 46-ാം ദിവസത്തിലോട്ട് കടന്നപ്പോൾ വീക്ക്ലി ടാസ്ക് വീണ്ടും പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് പിടിയും വലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ചെങ്കോലിന് വേണ്ടി പിടിയും വലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. റാണവും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വാ, ഈ ചെങ്കോല് വന്നൊന്ന് മോഷ്ടിക്കും, ഞാനിന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെങ്കോല് മോഷ്ടിക്കാൻ ഗേൾസ് ടീം കടന്ന് പരക്കം പാകുകയാണ്. അതായത് അവരുടെ രാജ്യത്തിലോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവർക്ക് വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അവർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് വിജയിക്കാൻ വേണ്ടി, ഗെയിം വിജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെങ്കോല് മോഷ്ടിക്കാൻ എന്ത് വിദ്യ എടുക്കും എന്നുള്ളതാണ് ഇവർ തെരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ കുറേ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചെങ്കോലൊന്നും മോഷ്ടിക്കാൻ പറ്റുന്നില്ല. ബോയ്സ് ടീം അത് ഭദ്രമായിട്ട് കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ചെങ്കോലിന് വേണ്ടി പിടിയും വലിയും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അവസാനം അതായത് വീക്ക്ലി ടാസ്ക് അവസാനിക്കുമ്പോൾ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ട് നമ്മുടെ ബോയ്സ് ടീമായിരുന്നു വിജയിച്ചത്. നല്ല ബോയ്സ് ടീമിൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോല് പോകാത്തതുകൊണ്ട് ബോയ്സ് ടീം വിജയിക്കുന്നു. ഗേൾസ് ടീം തുന്നം പാടുകയാണ് ചെയ്തത്. കാരണം അവർക്കൊരു ഇമ്പാക്റ്റും ഈ ഗെയിമിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാമായിരുന്നു, ആ ചെങ്കോൽ എടുക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ കൊണ്ടുവന്നില്ല, ആ ശ്രമങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ റയാൻ നന്നായിട്ട് സൂപ്പറായിട്ട് കളിക്കുകയുണ്ടായി. റയാൻ നല്ല ഗെയിം പ്ലേ കളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ റാണവ്, നമ്മുടെ രാജാവായ റാണവും നന്നായിട്ട് എഫക്റ്റ് എടുത്ത് കളിക്കുകയുണ്ടായി. എല്ലാവരും നല്ല സൂപ്പറായിട്ട് കളിച്ചിരുന്നു ആ ഗെയിം വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആ വീക്ക്ലി ടാസ്ക് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. വീക്ക്ലി ടാസ്ക് കഴിക്കുമ്പോൾ ബോയ്സ് ടീം വീക്ക്ലി ടാസ്ക് വിജയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 47-ാം ദിവസം വെള്ളിയാഴ്ച വീക്കെൻഡിന്, അതായത് ആ വീക്കിലെ അവസാന ദിവസമാണ് 47-ാം ദിവസം എന്ന് പറയുന്നത്. അന്ന് ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക്, അവർക്ക് പ്രത്യേക ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നു. അതിൽ ചോദിച്ചിരുന്നത് ആരാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കുന്നത്, ആരാണ് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാത്തത്, അതുപോലെ തന്നെ ആരാണ് ഇതിലൊന്നും പെടാത്തെന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. അതിൽ കൂടുതൽ പേരും ഇൻഡിവിജ്വൽ പ്ലേ കാഴ്ചവെക്കുന്ന 2 പേരുണ്ടായിരുന്നു. മുത്തും ജാക്ലിനാണ് എല്ലാവരും പറയുന്നത്. നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല എഫർട്ട് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നില്ല എന്ന് പറയുന്നത് അൻഷിത, റയാനും പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവരുണ്ട് കളിക്കുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിലൊന്നും ചെയ്യാത്തത് വർഷിനിയും രഞ്ജിത്ത്, റയാൻ ഇവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ രഞ്ജിത്തിനും റയാനും അധികം വോട്ടൊന്നും കിട്ടുന്നില്ല, ഒന്നോ രണ്ടോ പേര് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ വർഷിനിയാണ് എല്ലാവരും പറയുന്നത്. വർഷിനി ഇവിടെ ഒന്നുമേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. എല്ലാവരും പറയുന്നത് വർഷിനി തന്നെയാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക് തിരഞ്ഞെടുപ്പാണ് വരുന്നത്. 8 വീക്കിലേക്കുള്ള ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കാനുള്ള ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച 2 പേരെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറയുകയുണ്ടായി. അങ്ങനെ ബെസ്റ്റ് പെർഫോമറായിട്ട് നമ്മുടെ ദീപക്കും പവിത്രയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ബെസ്റ്റ് പെർഫോമറായിട്ട് നമ്മുടെ സൗന്ദര്യം ശിവയാണ് വരുന്നത്. അതിനെക്കുറിച്ച് വലിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൗന്ദര്യം നല്ല ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ 2 പേരാണ് ബെസ്റ്റ് പെർഫോമറായിട്ട് കഴിഞ്ഞ വീക്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട 2 പേരെന്ന് പറയുന്നത്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പവിയും ദീപക്കാണ് മത്സരിക്കാൻ പോകുന്നത്. നല്ലൊരു മത്സരം കാഴ്ചവെക്കുകയുണ്ടായി. അങ്ങനെ ദീപക്കാണ് 8 വീക്കിലേക്ക് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ വീക്കിലെ ക്യാപ്റ്റൻ ദീപക്കാണ്. അതായത് പിന്നീട്
എന്നെ എന്തുകൊണ്ട് ബെസ്റ്റ് പെർഫോമറായിട്ട് എന്നെ തിരഞ്ഞെടുത്തു? ഞാൻ കഴിഞ്ഞ വീക്കിലൊന്നും ചെയ്തില്ലേ, ഞാൻ ഗെയിമൊന്നും കളിച്ചില്ലേ എന്നുള്ളതാണ് സൗന്ദര്യം ചോദിക്കുന്നത്. എന്നിട്ട് കുറച്ച് പുള്ളിക്കാരി കുറച്ച് ഇമോഷണൽ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഓക്കെ, അതിനുശേഷം ക്യാപ്റ്റൻസ് ടാസ്ക് വരുന്നു. അതിൽ ജയിച്ച് നമ്മുടെ ദീപക്ക് 8th വീക്കിലേക്ക് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നീട് ഡേ 48 വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ശനിയാഴ്ചത്തെ എപ്പിസോഡ് വീക്കെൻഡ് ആയിരുന്നു. വീക്കെൻഡ് എപ്പിസോഡ് നമ്മുടെ പതിവ് പോലെ തന്നെ സേതുപതി വരുന്നു. സേതുപതി വന്നിട്ട് കഴിഞ്ഞ വീക്കിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ആദ്യം തന്നെ വന്നിട്ട് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ് സേതുപതി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി നേരെ കണ്ടസ്റ്റൻസ് ആയിട്ട് സ്ക്രീനിൽ ചേരുന്നു. കഴിഞ്ഞ വീക്കിലെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് പിന്നീട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അന്ന് നമ്മുടെ സാജനയാണ് എടുത്തിട്ട് കുടയുന്നത്. അതായത് സാജന എടുത്തിട്ട് കുടഞ്ഞു എന്നല്ല, സാധനം ഇമോഷണലാക്കി കരയിപ്പിക്കുകയും ചെയ്തിരുന്നു. വിജയ് സേതുപതി അന്ന് മാസാവുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് വെള്ളിയാഴ്ച നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ശനിയാഴ്ചത്തെ വീക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിരുന്നത്. പിന്നീട് 12 പേരിൽ ആര് പോകും എന്നുള്ളതായിരുന്നു സംസാര വിഷയം. ഈ 12 പേര്, 13 പേരുണ്ടായിരുന്നു, അതിൽ ഒരാൾ സേഫ് ആയല്ലോ, ബാക്കി 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആര് പോകും എന്നുള്ളതായിരുന്നു സംശയം എല്ലാവരുടെയും മുഖത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആര് പോകുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. ചിലപ്പോൾ ഈ വീക്ക് ആരും പോകില്ല, ഈ വയൽക്കാട് എൻട്രി ഉണ്ടാകുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വീക്കായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല, വയൽക്കാട് എൻട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇന്നലത്തെ ഡേ 49 വന്നു കഴിഞ്ഞു. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സേതുപതി പതുപോലെ വരുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ് സേതുപതി എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അതായത് വീക്കെൻഡിൽ കഴിഞ്ഞ ശനിയാഴ്ച ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ ബാക്കി വെച്ച എല്ലാ കാര്യങ്ങളും ചോദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ അതായത് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ സൗന്ദര്യയുടെയും റയാൻ്റെയും കാര്യം ചോദിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ബെസ്റ്റ് പെർഫോമറായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്തോ ചോദിക്കുന്നുണ്ട്. സൗന്ദര്യം അവിടെ ഇമോഷണൽ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത്. പിന്നീടാണ് എവിക്ഷൻ നടക്കുന്നത്. പിന്നീട് ഓരോരുത്തരെ സേവ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതായത് 12 പേരുണ്ടായിരുന്നു. 12 പേരിൽ ആര് പോകും എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് സേഫ് ആക്കുകയാണ്. അപ്പോൾ അവസാനം 3 പേരാണ് വരുന്നത്. ഇതിൽ ആര് പോകുമെന്ന് എനിക്കറിയത്തില്ല. 2 പേര് പോകാം, അല്ലെങ്കിൽ ആര് വേണമെങ്കിലും ഇതിൽ 3 പേരാരെങ്കിലും വേണമെങ്കിലും പോകാമെന്ന് സേതുപതി പറയുന്നു. പിന്നീട് നടന്ന നാടകീയമായ രംഗങ്ങളായിരുന്നു നടന്നിരുന്നത്. അവസാനം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തിരഞ്ഞെടുത്ത ഒരാളെ എടുത്ത് നമ്മുടെ സേതുപതി നമ്മുടെ കണ്ടസ്റ്റൻസിൽ കാണിക്കുന്നു. അതിനകത്ത് പേരെഴുതിയിരിക്കുന്നത് വർഷിണി എന്നാണ് പേരെഴുതിയിരിക്കുന്നത്. അങ്ങനെ വർഷിണി എവിക്റ്റ് ആകുന്നു. വർഷിണിക്ക് കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫി അടഞ്ഞുടച്ച് വർഷിണി എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഇമോഷണൽ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വർഷിണി സ്റ്റേജിൽ വരുന്നു, എല്ലാവരും കാണുന്നു, നല്ല കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കൊടുത്ത് വർഷിണി പോകുന്നു. അതിനുശേഷം സേതുപതി പറയുന്നു എന്തായാലും നിങ്ങൾ നന്നായിട്ട് കളിക്കുക, നമുക്ക് അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞിട്ടാണ് സേതുപതി പോകുന്നത്. അപ്പോൾ സേതുപതി അതിനൊപ്പം ഒന്നുകൂടി പറയുന്നുണ്ട്, ഇനി മുതൽ ഇതുവരെ ലൈൻ ഉണ്ടായിരുന്നല്ലോ, ലൈൻ ഉണ്ടായിരുന്നില്ല, ഒരു ബാക്ക് ലൈൻ. അതായത് ബോയ്സിന് ഇന്ന വീട്, ഗേൾസിന് ഇന്ന വീട്, അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ആ വീട് ഇനി എടുത്തു കളയുകയാണ്. അതായത് ഇനി ആ വീടില്ല. അതായത് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഗേൾസ് വേഴ്സസ് ബോയ്സ് മത്സരം ഇനിയില്ല, അതെടുത്ത് കളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. നല്ലൊരു തീരുമാനം തന്നെയാണ്. ഗേൾസ് വേഴ്സസ് ബോയ്സ് മത്സരം എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഇനി ആർക്കും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കുക എന്നുള്ളത് നോക്കാം. എന്തായാലും ആ ഒരു ഇമ്പാക്റ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്നുള്ള ആ ഇമ്പാക്റ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഒരുപോലെയാണ് ആ വീട്, ഒരുപോലെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇന്നലത്തെ ഒരു വീക്ക് അവസാനിക്കുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വർഷിണി ഔട്ടായി എന്നുള്ളതാണ്. അത് വർഷിണി ഔട്ടായത് അൺഫെയർ അല്ല, ഫെയർ തന്നെയാണ്. പുറത്തു പോകേണ്ട ആൾ തന്നെയാണ് വർഷിണി എന്നുള്ളതാണ്. വർഷിണി ഒന്നുമേ ചെയ്യുന്നില്ല, ഗെയിമിനകത്തൊന്നും കളിക്കുന്നില്ല, പിന്നെ എന്തിനാണ് വർഷിണി അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ചോദ്യം. അപ്പോൾ അതുകൊണ്ടാണ് വർഷിണി പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ വർഷിണി പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച അതായത് ഇന്നലെ നമ്മൾ ഒരു പ്രമാദമായ റീ എൻട്രിയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഈ വീക്കിലെങ്ങാനും കാണുമായിരിക്കും. ഇന്ന് 50ാമത്തെ ദിവസമാണല്ലോ, ചിലപ്പോൾ ഇന്ന് കാണുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്കിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വർഷനി പോയത് അൺഫെയർ ആണോ ഫെയർ ആണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വർഷനി പോയത് ഫെയർ തന്നെയാണ്, അൺഫെയർ അല്ല. ഓക്കെ, അതെൻ്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാകുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വീക്കിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ വീക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വീക്കിൽ നോമിനേഷൻ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നോമിനേഷൻ്റെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം. സോ അപ്പോൾ ഇത്രയായിട്ടുള്ള തന്നെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് കാണുന്നതിനായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത്. എങ്കിലും കഴിഞ്ഞ വീക്കിലെ കുറച്ച് വിവരണം കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. സോ ഇതിന് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് റിവ്യൂ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ചെയ്യാവുന്നതാണ്. അതുവരെ ഇങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, വീഡിയോസൊക്കെ കണ്ട് സഹകരിക്കുക. ഇത് കുറച്ചേ ഉള്ളൂ അത് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാണാതെ ഇരിക്കരുത്. എല്ലാവരും വീഡിയോസ് കണ്ട് സഹകരിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ നോമിനേഷൻ ലിസ്റ്റ് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ വീക്കിലെ, അതായത് 8ാമത്തെ വീക്കിലെ വിശേഷങ്ങളും വീക്കെൻഡിൻ്റെ എവിക്ഷനും ഉൾപ്പെടെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും അടുത്ത വാരം നിങ്ങളെ ഞാൻ സന്ധിക്കണം. അപ്പോൾ അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും കെയറായിട്ടിരിക്കുക. അപ്പോൾ ആൾ പുതുസ് ആട്ടം പുതുസ്. അപ്പോൾ അടുത്തൊരു പുതിയ കിടിലം വീഡിയോ കാണുന്നതായിരിക്കും. സോ ബൈ ബൈ, ടാറ്റ ആൻഡ് സി യു. അടുത്ത വാരം സന്ധിക്കണം. ബൈ ബൈ.